മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, ഇന്ന് നമുക്ക് ആരൂഢത്തിനെ കുറിച്ച് പറയണമെന്ന്. ആരൂഢം എന്ന് പറഞ്ഞാൽ എല്ലാ ആരൂഢവുമല്ല, പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ജ്യോതിഷരിറങ്ങി പല നിമിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് യാത്രയെല്ലാം കഴിഞ്ഞ് നേരിട്ട് ക്ഷേത്രത്തിൽ കയറും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണെങ്കിൽ വീട്ടിൽ കയറുക. നമുക്ക് ക്ഷേത്ര പ്രശ്നമാണ്. ക്ഷേത്രത്തിൽ അമ്പലത്തിൽ കയറുമ്പോൾ കയറിയതിന് ശേഷം നമ്മൾ അന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവം ഉണ്ടാവും, ഒരു പുസ്തകൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും, ക്ഷേത്രത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ വിളിക്കാൻ വരുമ്പോഴും അവർ ഇഷ്ടംപോലെ ആൾക്കാർ ഒരുമിച്ച് വരും. പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ്, ഖജാൻജി, പിന്നെ ക്ഷേത്രത്തിൽ വേണ്ടതൊക്കെ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ വരും. അതിൽ പ്രധാനി ആര് എന്ന് നമ്മൾ നോക്കി വെക്കണം. അത് അവർ തന്നെ പറയും. ആരാണ് പ്രധാനി, പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ തലമുതിർന്ന ആൾ ആരെങ്കിലും കാണും. അവരായിരിക്കും കാര്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വരുന്ന കാര്യം, വൃശ്ചകൻ ദൈവജ്ഞന്റെ സന്നിധിയിൽ വന്ന് കണ്ട ശേഷം, വൃശ്ചകൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ദൈവജ്ഞനെ കണ്ടതിന് ശേഷം, ദൈവജ്ഞന്റെ മുൻപിൽ വന്നതിന് ശേഷം ദൈവജ്ഞനോട് എന്തെങ്കിലും ഒരു ആവശ്യം പറയാൻ ഇടവരും. എന്തെങ്കിലും ഒരു ആവശ്യം അവർ പറയും. ആ പറയുന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ എടുക്കണം. അതാണ് പ്രഥമാക്ഷരം എന്ന് പറയുന്നത്. അത് നമ്മൾ ദേവപ്രശ്നത്തിലെ ചാർത്തൊക്കെ എഴുതുമ്പോൾ പ്രധാനമായിട്ട് എഴുതി കൊടുക്കുന്നതാണ്. ക്രിസ്ത്യനെ ദൈവത്തിനെ കാണുമ്പോൾ നമസ്കാരമുണ്ട് എന്ന് പറയും. ചിലപ്പോൾ നമസ്കാരമുണ്ട്, അല്ലെങ്കിൽ പറയും ഒരു കാര്യം അറിയണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കാര്യം അറിയണം, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ കാര്യം അറിയണം, ഇവിടുത്തെ ദേവന്മാരാരൊക്കെയാണെന്ന് അറിയണം, ഇവിടുത്തെ അനിഷ്ടതകൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്നെന്തെങ്കിലും പറയാം. അങ്ങനെ ഒന്നും പറഞ്ഞില്ല, നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാന വ്യക്തിയോട് ചോദിക്കണം. നമുക്ക് ദക്ഷിണയൊക്കെ തരുമ്പോൾ ദക്ഷിണ തന്ന് സ്വീകരിക്കും. നമ്മൾ ദൈവജ്ഞന് ആചാര്യവരണമെന്ന് പറയും. ആദ്യം വരേണ്ടത് ആചാര്യവരണമാണ്. ചിലപ്പോൾ ആചാര്യവരണം നടക്കൂല, അവർക്ക് അറിയാൻ കഴിയില്ല. ചില പ്രധാനപ്പെട്ട അമ്പലമാണെങ്കിൽ അവർ ആചാര്യവരണം അവർ നടത്തും, അതൊക്കെ അവർ പഠിച്ചു വച്ചേക്കും. ചെറിയ ചെറിയ അമ്പലമാണെങ്കിൽ അവർക്ക് അറിയാൻ കഴിയില്ല. ആചാര്യവരണം എന്ന് പറയുന്നത് ആചാര്യനെ കണ്ട ഉടൻ തന്നെ ഒരു ദക്ഷിണ കൊടുത്ത് സ്വീകരിക്കണം. സാധാരണയായിട്ട് പുതിയ നൂല് എന്ന് പറയും പഴയ ആൾക്കാർ. പുതിയ നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വസ്ത്രം എന്നർത്ഥം. പുതിയ ഒരു വസ്ത്രത്തിൽ ഒരു മുണ്ടും നേരിയതുമോ അങ്ങനെ എന്തെങ്കിലും വല്ല ദക്ഷിണയും കൂടി വച്ച്, വെറ്റയിലാണ് സാധാ ദക്ഷിണ വയ്ക്കാറുള്ളത്, വച്ച് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മളെടുത്ത് പറയും, ഇവിടുത്തെ ശുഭ അശുഭ കാര്യങ്ങൾ അറിയണം, ഈ അമ്പലത്തിൽ ഏതൊക്കെ ദേവന്മാരുണ്ടെന്നറിയണം, ഇവിടെ ഇഷ്ടം പോലെ അനിഷ്ടത നടക്കുന്നവരുടെ കാര്യം അറിയണം. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരു കാര്യം അറിയണം, അതിലേക്കാണ് നമ്മൾ പ്രശ്നം വയ്ക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയും. അതിൽ ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തിന് നോട്ട് ചെയ്യണം. ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ, രണ്ട് ചാൻസ് ആണ്. ഒന്ന്, അവരറിഞ്ഞ് പറയുകയാണെങ്കിൽ അതിനെ തന്നെ എടുക്കണം. അത് നമുക്ക് മനസ്സിലാവും. നമ്മളെ കണ്ടതിന് ശേഷം, നമ്മളെ കാണാതെ അവർ ചിലപ്പോഴും കുറച്ച് ദൂരെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ എടുക്കരുത്. നമ്മളെ മുന്നിൽ
ദൈവജ്ഞന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറയുന്നത് നമ്മളോട് പറയുന്നത് പോലെ തോന്നും. അങ്ങനെ പറയുന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദക്ഷിണ തരുമ്പോൾ ചോദിക്കണം, എന്താണ് അറിയേണ്ടത് എന്ന് ചോദിക്കണം. പറഞ്ഞില്ല എന്നോട് ചിലപ്പം ദക്ഷിണ തന്നിട്ട് മിണ്ടാതെ പോവുകയാണെങ്കിൽ ചോദിക്കണം. ചോദിച്ച് അത് ഉടൻ നോട്ട് ചെയ്യണം. ആ വാക്കിനെ ഉടൻ നോട്ട് ചെയ്യണം. സാധാരണയായിട്ട് പറയുന്നത് ഇവിടത്തെ എന്നൊക്കെ പറയുള്ളൂ. അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ശുഭാശുഭ കാര്യങ്ങൾ അറിയണം, ഇവിടുത്തെ ദേവന്മാരാരൊക്കെ എന്നറിയണം, ഇവിടുത്തെ അനിഷ്ടതകൾ എന്തെന്നൊക്കെ അറിയണം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചോദിക്കും. അതിൽ ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. അതിനെ വച്ചിട്ട് ആരൂഢം തയ്യാറാക്കുന്ന രീതിയാണ് നമുക്ക് അറിയാനുള്ളത്. അതിനെ വച്ചിട്ട് ആരൂഢം തയ്യാറാക്കുന്നത് എങ്ങനെ തയ്യാറാക്കാം? ഈ പ്രഥമ അക്ഷരം സ്വരാക്ഷരമായാൽ, സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ആ, ആ, ഈ, ഉ, ഇറ്, എ, ഐ, ഓ, ഔ, ആ, ഇത്രയും വരും സ്വരാക്ഷരം. സാധാരണയായിട്ട് സ്വരാക്ഷരത്തിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടത്തെ എന്നൊക്കെ പറയുള്ളൂ. ഇവിടത്തെ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ സ്വരാക്ഷരമായാൽ ചിങ്ങം രാശി, സൂര്യന്റെ രാശി ആരൂഢമായിട്ട് കണക്കാക്കണം. സൂര്യന്റെ രാശി ആരൂഢമായിട്ട് കണക്കാക്കുക സ്വരാക്ഷരമായാൽ. അപ്പോൾ ഏത് സ്വരാക്ഷരമായാലും, ആയാലും ആ ആയിരുന്നാലും, ഈ, ഉ, ഇറ്, എ, ഐ, ഓ, ഔ, ആ, ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരമാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആരൂഢം ചിങ്ങമാണ് ആരൂഢം. ആ വേണമെങ്കിൽ ഒരു ഫലവും പറയാം. അത് വെച്ചിട്ട് ചിങ്ങ ആരൂഢം എന്ന് വെച്ചിട്ട് അപ്പോഴും നമുക്ക് ഗ്രഹനിലേക്ക് അറിയാമെങ്കിൽ ഫലവും പറയാം. പക്ഷെ അങ്ങനെ പറയണമെന്നുള്ള നിർബന്ധമില്ല. അതിന് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ചാർത്ത് എഴുതുമ്പോൾ വരെ ഇതിന്റെ ആവശ്യമുണ്ട്. ചാർത്ത് എഴുതാനൊക്കെ പറഞ്ഞു തരും. അപ്പോൾ വരെ ഇതിന്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി എഴുതും നമ്മൾ. ഇനി അടുത്ത് ഈ ഉപയോഗിക്കുന്ന അക്ഷരം ക വർഗമായാൽ, ക വർഗം എന്ന് പറഞ്ഞാൽ അറിയാല്ല, കായിൽ വരുന്ന 5 അക്ഷരമാണ് ക വർഗം. ക എന്ന് വെച്ചാൽ ആദ്യത്തെ കാക്ക എന്നുള്ള ക. രണ്ടാമത്തത് ഇക്ക, നഖം എന്നുള്ള ക. നഖം, മുഖം എന്നുള്ള കയാണ് രണ്ടാമത്. മൂന്നാമത്തത് ഗമാലിയേൽ, നാലാമത്തത് കടികാരം, രാഘവൻ എന്നുള്ള ക. ഇത്രയും ക വർഗം എന്ന് പറയും. ഈ 5 അക്ഷരവും വന്നു കഴിഞ്ഞാൽ ചൊവ്വയുടെ രാശി ആരൂഢം. ക പൊതുവെ ചൊവ്വയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ്. അതറിഞ്ഞിരിക്കണം. പല സ്ഥലങ്ങളിലും വരും. ക വർഗമാണ് ആദ്യം വരുന്നെങ്കിൽ നമ്മുടെ ചൊവ്വയുടെ രാശി ആരൂഢം. അപ്പോൾ ഒരു സംശയം ഇപ്പോഴും തന്നെ വന്നു കഴിഞ്ഞു. ചൊവ്വയ്ക്ക് 2 രാശിയുണ്ട്, ഏതെടുക്കും? അതിന് ഒരു കാര്യമുള്ളത്, ഈ അക്ഷരത്തിന്റെ അടുക്ക് ക്ലിയർ അറിഞ്ഞിരിക്കണം. ഏത് ക ആദ്യം, ഏത് രണ്ടാമത്, ഏത് മൂന്നാമത്, ഏത് നാലാമത്, ഏത് അഞ്ചാമതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ തെറ്റും. 1, 3, 5 അക്ഷരമാണെങ്കിൽ ചൊവ്വയുടെ ഓജരാശി. ഓജരാശി എന്ന് പറഞ്ഞാൽ മേടം. 2, 4 അക്ഷരമാണെങ്കിൽ യുഗ്മരാശി. യുഗ്മരാശി വൃശ്ചികം. അങ്ങനെ എടുക്കണം. 1, 3 ഓജം എന്ന് വെച്ചാൽ ഒറ്റയാണ് ഓജം എന്ന് പറയുന്നത്. ഒറ്റ സംഖ്യ ഓജ, ഇരട്ട സംഖ്യ യുഗ്മം സ്ത്രീ, അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ക വരിക, കാര്യം അറിയണം എന്നായിരിക്കും ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത്. കാര്യം അറിയണം, കാര്യം അറിയാനാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ക. രണ്ടാമത്തത് നഖം എന്നുള്ള ക. മൂന്നാമത്തെ നാലാമത്തെ കടികാരത്തിന്റെ ക. അഞ്ചാമത്തത് 1, 3, 5 അക്ഷരങ്ങൾ കായും ഗായും ങ്ങായും ആണെങ്കിൽ മേടം ആരൂഢമായിട്ട് വരും. ഇല്ല, രണ്ടാമത്തെയും നാലാമത്തെയും ഖായും ഇഖായും ആണെന്നുണ്ടെങ്കിൽ വൃശ്ചികം ആരൂഢമായിട്ട് വരും. ഇതാണ് രണ്ടാമത്തത്. ഇനി അടുത്ത് ഖ, ഇഖ, ഗ, ഇഖ, ങ. ഇനി 3 ചാവർഗം. ചാവർഗം ഇതിന്റെ അടുത്ത രാശി വരും. അപ്പോൾ ആദ്യത്തത് സ്വരാക്ഷരമാണെങ്കിൽ
സൂര്യന്റെ രാശി ചിങ്ങം. കാവർഗം മേടം വന്നു, മേടവും വൃശ്ചികവും. ഇനി ചാവർഗമാണെങ്കിൽ അതിന്റെ അടുത്ത രാശി ഇടവവും തുലാണ്, ശുക്രന്റെ രാശി. അതിന് ആദ്യത്തെ അക്ഷരം ച, രണ്ടാമത്തെ മടക്ക് ച, അച്ഛൻ എന്നുള്ള ച, ചായ. ചായ എന്ന് വെച്ചാൽ നിറം എന്നുള്ള ചായ ഉണ്ടല്ലോ, മടക്ക് ച, അച്ഛൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ എഴുതുമല്ലോ ഒരു ചായ ഉപയോഗിക്കുക, ആ ചായന് രണ്ടാമത്തെ ച. മൂന്നാമത്തത് ജ, ജനൽ, ജലജ, ജഗതി എന്നൊക്കെ പറയുന്ന ജ മൂന്നാമത്തത്. നാലാമത്തെ ചഷം എന്ന് പറയുന്ന ചായാണ് നാലാമത്. ചഷം, മീനിനെ സൂചിപ്പിക്കുന്ന വാക്കുണ്ടല്ല ചഷം, തായും ദായും കൂടി ചേർത്ത് എഴുതുന്നത് ചഷം. നാലാമത്തത് ഞാ പറയാൻ വളരെ ചാൻസ് ഉള്ള കൂട്ടത്തിലാണ്. ഞങ്ങൾ എന്നൊക്കെ പറയും, ഞങ്ങൾ വന്നത് എന്ന് പറയും, അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചാണ് വന്നത്, ഞാൻ എന്ന് പറയാൻ വളരെ ഉദ്ദേശമുണ്ട്. 1, 3, 5 അക്ഷരങ്ങൾ, ചായും ജായും ഞായും, ഇത് വളരെ ചാൻസ് ഉള്ള അക്ഷരങ്ങളാണ്. കായും ഇല്ല, ച, ജ, ഞായാണെങ്കിൽ ശുക്രന്റെ ഓജരാശി. ശുക്രന്റെ ഓജരാശി അത് തുലാം എടുക്കണം, രണ്ടാമത്തെ രാശിയല്ല, തുലാം എടുക്കണം. ഇനി 2, 4 അക്ഷരം ചായും ചായും ഇടവും എടുക്കണം, ഇടവത്തിന് ആരൂഢമായിട്ട് എടുക്കാം. ഇനി അടുത്ത വർഗം അപ്പോൾ ഖ, ഇഖ, ഗ, ഇഖ, ങ, ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. അടുത്ത ഡ വർഗം. ആദ്യത്തെ ഡ യസ് ഡ, രണ്ടാമത്തത് 0 ഡ, പാഠം എന്നുള്ള ഡ. മൂന്നാമത്തത് ഈ തായും മറിച്ചിടുന്നത്. നാലാമത്തത് ചുഴിപ്പുള്ള ഡായാണ് നാലാമത്തെ ഡ. അതറിയാമെന്ന് തോന്നുന്നു, എഴുതാൻ എല്ലാവർക്കും അറിയാം. ഡ, ഇട്ട, ആദ്യത്തെ ഡ എന്ന് പറയുന്നത് യസ് ഡ, രണ്ടാമത്തെ 0 ഡ. മൂന്നാമത്തത് ഇങ്ങനെ ഒരു റായും ഇട്ടിട്ട് ദായും ഇടുന്നത്, റായും ദായും കൂടി ചേർത്തിടുന്നത്. നാലാമത്തെ അതേ ദായിലും മുകളിലും ചുഴിപ്പ് വരുന്നത്, ഡപ്പി എന്നൊക്കെ എഴുതും. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഡപ്പി എന്ന് പറയുന്നത് നാലാമത്തെ ഡ. ന അടുത്ത് കഴിഞ്ഞിട്ട് ന അഞ്ചാമത്തത്. അതിൽ 1, 3, 5 അക്ഷരമാണെങ്കിൽ മൂന്നാമത്തത് ബുധന്റെ രാശി. ആദ്യം ചൊവ്വയുടേത് പറഞ്ഞു. കാവർഗം ചൊവ്വയ്ക്ക്, ചാവർഗം ശുക്രന്, ഡാവർഗം ബുധന്. ബുധന്റെ ഓജരാശി ഏത്? മിഥുനം. 2, 4 അക്ഷരം വന്നാൽ ബുധന്റെ യുഗ്മരാശി കന്നി. ഇനി അടുത്ത് നേരെ പോവേണ്ടത് കർക്കടകത്തിനെ വിട്ടു. അപ്പോൾ മേടം, വൃശ്ചികം, ഇടവം, തുലാം, മിഥുനം, കന്നി, ചിങ്ങം, ഇത്രയായി. കർക്കടകം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നേരെ വരുന്നത് വ്യാഴത്തിന്റെ രാശി, ധനുവും മീനവും. അതിന് താ വർഗം. താ, യുദ്ധ എന്ന് വെച്ചാൽ മടക്ക്, രഥം എന്നുള്ളതായാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ദളം എന്നുള്ളതാ. നാലാമത്തെ രാധ എന്നുള്ളതാ. അഞ്ചാമത്തെ ഇങ്ങനെ വരും. താ, യുദ്ധ. താ എന്ന് വെച്ചാൽ ആദ്യം തവളയുടെ തായാണ് ആദ്യം. രണ്ടാമത്തത് രഥം എന്നുള്ളതാ, മടക്ക് താ, മുകളിലോട്ട്. തമിഴില് മാ എന്നെഴുതുന്നതാണ്. തമിഴ് അക്ഷരം അറിയാമെങ്കിൽ മാ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ താ. മൂന്നാമത്തെ ദമയന്തി, ദളം, ദാമോദരൻ എന്നൊക്കെ എഴുതുന്നതാ. നാലാമത്തെ ഡബ്ല്യു എന്ന് എഴുതുന്നതായാണ് നാലാമത്തത്. താഴത്തെ ന. അതിൽ 1, 3, 5 അക്ഷരങ്ങൾ. ഓജരാശിയായ ധനു, 2, 4 അക്ഷരം യുഗ്മരാശിയായ മീനം. ഇത് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ഇത് കാണാൻ പഠിക്കാൻ ഒന്നുമില്ല. ഒരു പ്രാവശ്യം മനസ്സിലാക്കിയിട്ട് 2 പ്രാവശ്യം വീട്ടിൽ വെച്ച് റിപ്പീറ്റ് ചെയ്യണം. വെറുതെ ഇരിക്കുമ്പോഴത്തെ വെച്ച് റിപ്പീറ്റ് ചെയ്താൽ അങ്ങനെ വരും. ഇനി അടുത്ത് ഇനി ശനിയുടെ വർഗം, പാ വർഗം. പാ എപ്പോഴും ശനിയുടേതാണ്. പാ, ഇപ്പ എന്ന് വെച്ചാൽ ഫലം എന്നുള്ള പായാണ് രണ്ടാമത്തത്. മടക്ക് പാ എന്ന് പറയും, ഫലം. മൂന്നാമത്തെ പാ ബലൂൺ. നാലാമത്തെ ഭരണി, മാ. പ, ഇപ്പ, ബ, ഇപ്പ, മാ.
അത് വന്നിട്ട് ശനിയുടെ വർഗം. അതിൽ 1, 3, 5 അക്ഷരം വന്നാൽ ഓജരാശി കുംഭം, 2, 4 അക്ഷരം വന്നാൽ മകരം. അപ്പോൾ എല്ലാമായി ഇനി ഒരാൾ മാത്രം ബാക്കി കിടക്കുന്നു, കർക്കടകം. അതിന് ബാക്കിയുള്ള അക്ഷരമെല്ലാം കർക്കടകത്തിന് യാര ലാവ, യാര ലാവ, ശാഷ, സാഹ, റാള, ഈ പറയുന്ന അക്ഷരമെല്ലാം വന്നു കഴിഞ്ഞാൽ കർക്കടകത്തിന് എടുക്കണം. ഇത് ആരൂഢം എന്നുള്ള ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫലം പറയാം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ഗുരു ഉപദേശ പ്രകാരവും നമ്മൾ ഈശ്വരനെയൊക്കെ മനസ്സിനകത്ത് ധ്യാനിച്ചിട്ട് ചിലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഫലം പറയേണ്ടി വരുന്നെങ്കിൽ ഇതിനെ എടുക്കാം. പക്ഷെ നമ്മൾ സ്വർണ്ണാരൂഢം വെച്ചിട്ട് സ്വർണം വെച്ചില്ലെങ്കിൽ അവർക്ക് വിശ്വാസം വരില്ല. അതിനാണ് ഏറ്റവും അല്ലെങ്കിൽ താമ്പൂലം വെച്ചിട്ട് വയ്ക്കണം. ഇത് രണ്ടും മാത്രമേ ഇന്ന് പ്രാബല്യത്തിലുള്ളൂ ക്ഷേത്രത്തിൽ. ഇതിങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പോൾ ദൈവജ്ഞനെ വൃശ്ചകൻ ദൈവജ്ഞന്റെ മുന്നിൽ കണ്ടതിന് ശേഷം പ്രശ്ന ഉദ്ദേശം പറയും. പ്രശ്ന ഉദ്ദേശം പറയുന്നതിലെ ആദ്യ വാക്കിലെ ആദ്യ അക്ഷരത്തിനെ എടുക്കണം. അത് ദക്ഷിണ കൊടുക്കുമ്പോഴായിക്കൊള്ളാം, അല്ലെങ്കിൽ ആചാര്യഭരണ സമയത്തായിക്കൊള്ളാം, അല്ലെങ്കിൽ പ്രശ്ന ഉദ്ദേശം ദൈവജ്ഞൻ ചോദിക്കണം. അതായത് ആചാര്യഭരണം നടക്കുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് തന്നിട്ട് അവർ കാര്യം പറയും. ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം, എന്താണ് അറിയേണ്ടതെന്ന് ചോദിക്കണം. അത് ആ സമയത്ത് ചെയ്യേണ്ടതാണ്. ചില ആൾക്കാർ സ്വർണം വയ്ക്കുന്ന സമയത്ത് സ്വർണം വയ്ക്കാൻ സമയത്ത് ചോദിക്കുക, അതുവരെ കേട്ടില്ല. അങ്ങനെ അത് തന്നെ വേണമെന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം, ദൈവജ്ഞന്റെ ഇഷ്ടമാണ്, ദൈവജ്ഞന്റെ പവേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചോദിക്കണം. അതിൽ ആദ്യത്തെ വാക്കിൽ ആദ്യത്തെ അക്ഷരത്തെ എടുക്കണം. അത് സ്വരാക്ഷരമായി കഴിഞ്ഞാൽ എന്താണ്? സ്വരാക്ഷരമായാൽ ആ, ആ, ഈ തുടങ്ങിയ സ്വരാക്ഷരങ്ങൾ സൂര്യന്റെ രാശി അല്ലെങ്കിൽ ചിങ്ങം ആരൂഢമായി എടുക്കുക. ക വർഗത്തിൽപ്പെട്ടതായാൽ ക, ഇഖ, ഗ, ഇഖ, ങായാൽ ചൊവ്വയുടെ രാശി ആരൂഢം. അതിൽ 1, 3, 5 അക്ഷരമായാൽ ചൊവ്വയുടെ ഓജരാശിയായ മേടവും, 2, 4 അക്ഷരമായാൽ ചൊവ്വയുടെ യുഗ്മരാശിയായ വൃശ്ചികവും പരിഗണിക്കണം. രണ്ടാമത്തെ വർഗം ചാവർഗം. അതിലും 1, 3, 5 അക്ഷരമായാൽ ശുക്രന്റെ ഓജരാശി തുലാം, 2, 4 അക്ഷരമായാൽ ശുക്രന്റെ യുഗ്മരാശി ഇടവം. അടുത്ത ഡാവർഗം. അത് 1, 3, 5 അക്ഷരമായാൽ ബുധന്റെ ഓജരാശി മിഥുനം, 2, 4 അക്ഷരമായാൽ ബുധന്റെ യുഗ്മരാശി കന്നി. ഇനി താവർഗം വ്യാഴത്തിൻ്റെതാണ്. 1, 3, 5 അക്ഷരം യുഗ്മരാശി ധനു, 2, 4 അക്ഷരം യോജരാശി ധനു, 2, 4 അക്ഷരമായാൽ യുഗ്മരാശി മീനം. അടുത്ത പാവർഗം ശനിയുടേത്. 1, 3, 5 അക്ഷരം കുംഭം, 2, 4 അക്ഷരം മകരം. ബാക്കി യാര ലാഭ തുടങ്ങിയ അക്ഷരമെല്ലാം ചന്ദ്രന്റെ വർഗം കർക്കിടകം. ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. നമ്മൾ ഇതിപ്പോൾ അവിടെ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു പറക്കി വച്ചിട്ട് ഇത് വെച്ച് വല്ല ഫലമൊന്നും പറയാൻ നിൽക്കില്ലായിരിക്കാം. പക്ഷെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും, അറിയാമെന്നുള്ള ആരെങ്കിലും വന്നിട്ട് പ്രഥമാക്ഷരം എന്താണ്, അതിൻ്റെ ആരൂഢം എന്താണ്, എടുത്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടി വരും. നമ്മൾ അറിഞ്ഞുകൂടാന്ന് വരരുത്. അതാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ശരി, ഇതൊന്ന് എഴുതാം. പ്രഥമാക്ഷരം പ്രഥമാക്ഷരം വൃശ്ചകൻ ദൈവജ്ഞ സന്നിധിയിൽ വന്ന് നിന്നിട്ട് വൃശ്ചകൻ ദൈവജ്ഞ സന്നിധിയിൽ വന്ന് നിന്നിട്ട് ദൈവജ്ഞ സന്നിധിയിൽ വന്ന് നിന്നിട്ട് ദൈവജ്ഞനോട് പറയുന്ന ആദ്യ വാക്കിലെ ആദ്യ അക്ഷരമാണ്
ആദ്യ വാക്കിലെ ആദ്യ അക്ഷരമാണ് പ്രഥമാക്ഷരം. പ്രഥമാക്ഷരം. ഇത് ആചാര്യവരണം നടക്കുമ്പോൾ പൃശ്ചകൻ ച എന്ന് വെച്ചാൽ മടക്ക് ചായാണ്. പൃശ്ചകന് എഴുതിയിട്ട് ച മടക്ക് ച പൃശ്ചകൻ. ഇത് പൃശ്ചകൻ. ആചാര്യവരണം നടക്കുമ്പോൾ ദൈവജ്ഞനോട് പറയുന്നതാകാം. ആചാര്യവരണം നടക്കുമ്പോൾ ദൈവജ്ഞനോട് പറയുന്നതാകാം. അല്ലെങ്കിൽ പ്രശ്ന ഉദ്ദേശം എന്ത് എന്ന് ദൈവജ്ഞൻ ചോദിക്കുമ്പോൾ പറയുന്ന വാക്കിലെ ആദ്യ അക്ഷരവും ആകാം. ഒന്ന് ഇങ്ങനെ പറയുന്ന പ്രഥമാക്ഷരം സ്വരാക്ഷരമായാൽ സൂര്യന്റെ രാശിയായ ചിങ്ങം ആരൂഢമായി കണക്കാക്കണം. അക്ഷരം ഒന്ന് താഴെ എഴുതിക്കൊണ്ട് ആ ഈ ഇത് കാര്യമൊക്കെ ശരി തന്നെ. മലയാളം പണ്ഡിറ്റായിരുന്നാലും ചിലപ്പോൾ അക്ഷരം എഴുതാൻ പറഞ്ഞാൽ തെറ്റിക്കും. അങ്ങനെ പണ്ടൊരു സ്കൂളിൽ നടന്നു. ഒരു മലയാള അധ്യാപികയുടെ അടുത്ത് അക്ഷരമത്തിന് എഴുതി കൊടുക്കും. ഇന്റർവ്യൂവിന് അക്ഷരമത്തിന് എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ തെറ്റിച്ചു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായി. ചിലപ്പോൾ തെറ്റിപ്പോവും. ആ ഈ ഊ ഇറ് ഇന് എന്ന് പറയുന്ന അക്ഷരം ഇപ്പം സാധാ എടുക്കാറില്ല. അതിനെ ഒഴിവാക്കി ഒരിക്കൽ. അതിന് ശേഷം തിരിച്ചും കൊണ്ടുവന്നോന്നറിയില്ല. ഇന് എടുക്കാറില്ല. ആ ഈ ഊ ഇറ് എ ഐ ഓ ഔ അം ആ എന്ന് പറയുന്നത് ആ ഇട്ടിട്ട് രണ്ട് കുത്ത്. അടുത്ത രണ്ട്. ആദ്യ അക്ഷരം ക വർഗത്തിൽപ്പെട്ടതായാൽ ആദ്യത്തെ ക ഇട്ടാൽ മതി. ക വർഗത്തിൽപ്പെട്ടതായാൽ ചൊവ്വയുടെ രാശി ആരൂഢം. ചൊവ്വയുടെ രാശി ആരൂഢം. ആ ക വർഗം അത്ര എഴുതണം. താഴെ ക ആദ്യത്തെ
അടുത്ത നഖം, വായിലെ ചുഴിപ്പ്, വാ ഇട്ടിട്ട് ചുഴിപ്പിടുന്നത് നഖം എന്നുള്ള ക. മൂന്നാമത്തെ ഗ. നാലാമത്തെ കടികാരം എന്നുള്ള ക. അഞ്ചാമത്തെ ങ. കായിക ഗായിക ങ. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ചൊവ്വയുടെ ഓജരാശി മേടവും. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ചൊവ്വയുടെ ഓജരാശി മേടവും. രണ്ട്, 4 അക്ഷരമായാൽ യുഗ്മരാശി വൃശ്ചികവും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി വൃശ്ചികവും. അടുത്ത 3. ആദ്യ അക്ഷരം ച വർഗമായാൽ ആദ്യ അക്ഷരം ച വർഗമായാൽ ച വർഗമായാൽ ശുക്രന്റെ രാശി ആരൂഢം. ശുക്രന്റെ രാശി ആരൂഢം. കഴിഞ്ഞതില് മേടവും വൃശ്ചികവും തിരുത്തി എഴുതിയോ? എഴുതി. എഴുതി സർ. ഓജരാശി. എഴുതി. ശരി. ശുക്രന്റെ രാശി ആരൂഢം. അക്ഷരം എഴുതിക്കൊള്ളണം. ച, ആദ്യത്തെ ച. രണ്ടാമത്തെ അച്ഛൻ എന്നുള്ള മടക്ക് ച. മൂന്നാമത്തെ ജ, ജലജ എന്നുള്ള ജ. നാലാമത്തെ ചഷം, തായും ദായും കൂടി ചേർത്ത് വേണം ചഷം. ന ഇല്ലല്ലോ. ചായ്ച്ച ഞാ 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 ഞായർ. ഞാ ഞാ ഞായറില്ല. ഞായറിന്റെ ഞാ. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ശുക്രന്റെ ഓജരാശി തുലാവും. ശുക്രന്റെ ഓജരാശി തുലാമും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി ഇടവവും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി ഇടവവും. ഇടവും. അടുത്ത 4, നാലാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്. ഢ വർഗം. ഡ എന്ന് വെച്ചാൽ യെസ് ഡായാണ്. ഢ വർഗമായാൽ ബുധന്റെ രാശി ആരൂഢം. ബുധന്റെ രാശി ആരൂഢം. ഢ വർഗമായാൽ ബുധന്റെ രാശി ആരൂഢം. അക്ഷരം എഴുതണം. ഡ, യെസ് ഡ ആദ്യം. 0 ഡ രണ്ടാമത്. അടുത്ത ഡ അറിയാമല്ലോ. റായും ദായും കൂടി വരുന്നത്. ഒരു റാ ഇട്ടിട്ട് അതുകൂടി ചേർത്ത് ദാ എഴുതുന്നത്. ഡപ്പ. പിന്നെ ഡപ്പ അടുത്ത എന്നുള്ളത്. ഡപ്പ. ഡപ്പ. അടുത്തത് അതേ ഡായിൽ തന്നെ മുകളിൽ ചുഴുക്ക് വരുന്നത്. ഡായിട്ട ണ. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ബുധന്റെ ഓജരാശി. 1, 3, 5 അക്ഷരമായാൽ ബുധന്റെ ഓജരാശി മിഥുനവും.
ഓജരാശി മിഥുനവും 2-4 അക്ഷരമായാൽ യുഗ്മരാശി കന്നിയും. യുഗ്മരാശി കന്നിയും. അടുത്ത 5ാമത്തെ പോയിന്റ്. താ വർഗമായാൽ വ്യാഴത്തിന്റെ രാശി ആരൂഢം. താ വർഗമായാൽ വ്യാഴത്തിന്റെ രാശി ആരൂഢം. വ്യാഴത്തിന്റെ രാശി ആരൂഢം. താ വർഗം തിരണം. താ ആദ്യത്തെ താ വന്നിട്ട് തവളരത, രണ്ടാമത്തെ രഥം എന്നുള്ള മടക്ക് ത, മൂന്നാമത്തെ ദാമോദരൻ എന്നുള്ളത്, നാലാമത്തത് ദയ, നാലാമത്തത് രാധ എന്നുള്ളത്. അടുത്ത ന. കാരണം ഇതിൽ അക്ഷരം തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. 2, 3, 4 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ തീർന്നു. അതാണ് അങ്ങനെ പറയുന്നത്. താഴ്ത്ത. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ വ്യാഴത്തിന്റെ ഓജരാശി ധനുവും. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ വ്യാഴത്തിന്റെ ഓജരാശി ധനുവും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി മീനവും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി മീനവും. അടുത്ത് പ വർഗമായാൽ ശനിയുടെ രാശി ആരൂഢം. 6ാമത്തെ പോയിന്റ്. പ വർഗമായാൽ ശനിയുടെ രാശി ആരൂഢം. അക്ഷരത്തെ എഴുതണം. പ എന്ന് വെച്ചാൽ ഫലം എന്നുള്ള മടക്ക് പ. അടുത്ത് ബലൂൺ, 3ാമത്തെ ബ ബലൂൺ. 4ാമത്തെ ഭരണി. 5ാമത്തെ മ. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ശനിയുടെ ഓജരാശി കുംഭവും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി മകരവും. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ഓജരാശി കുംഭവും. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി മകരവും. ഇനി അടുത്ത 7ാമത്തെ പോയിന്റ്. യ, ര, ല, വ എഴുതിക്കണം. അത്ര എഴുതിക്കണം. യ, ര, ല, വ, ഷ, ഷ, സ, ഹ, റ, ള. ഇവയൊക്കെ ചന്ദ്രന്റെ വർഗം കർക്കടകമാരൂഢം. ഇവയൊക്കെ ചന്ദ്രന്റെ വർഗം കർക്കടകമാരൂഢം. ഇനി അടുത്ത നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയമാണ്. പ്രവേശിക്കുമ്പം ക്ഷേത്രത്തിനെ കംപ്ലീറ്റ് ശ്രദ്ധിക്കണം. അത് കുടുംബക്ഷേത്രമായിരുന്നാലും വലിയ ക്ഷേത്രമായിരുന്നാലും കംപ്ലീറ്റ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കിക്കൊള്ളണം. നോക്കിയിട്ട് നമ്മളെ കൂടെ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും, ഒരാൾ കൂടെ വേണം. 1, 2, 3 പേരുണ്ടായിരുന്നാൽ നല്ലത്. അസിസ്റ്റന്റുമാർ കൂടി ഉണ്ടായിരുന്നാൽ നല്ലത്.
കാരണം പറഞ്ഞു കൊടുത്ത് എഴുതാതെടുക്കാനൊക്കെ എല്ലാം നോട്ട് ചെയ്യണം. അതായത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടായിരുന്നു, അത് പുരുഷന്മാരാരൊക്കെ, പുരുഷന്മാരെത്ര, സ്ത്രീകൾ എത്ര, കൊച്ചു കുട്ടികൾ എത്ര, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. ചുവന്ന വസ്ത്രമാണോ, വെള്ള വസ്ത്രമാണോ, മഞ്ഞയാണോ, അതിൻ്റെ കാര്യമൊക്കെ നോക്കി ഇനിയിപ്പൊ പറയാം, ഇപ്പൊ പഠിക്കാം. അവരുടെ ചേഷ്ടകൾ, അവർ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു, കയ്യിൽ എന്തൊക്കെ ഇരിക്കുന്നു, അവരുടെ ചേഷ്ടകൾ, സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങളുടെ ഭേദങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് ശ്രദ്ധിക്കണം. കൂടാതെ ക്ഷേത്രം തുറന്നിട്ടുണ്ടോ, പൂജ നടക്കുന്നുണ്ടോ, നടന്നു കഴിഞ്ഞോ, ദൈവജ്ഞന് പ്രസാദം കിട്ടിയോ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവജ്ഞന് പ്രസാദം കിട്ടണം, ലഭിച്ചോ, മഴ മുതലായവ കൊണ്ട് ചെളി വെള്ളമോ എന്തെങ്കിലും നിറഞ്ഞു കാണുന്നുണ്ടോ, പിന്നെ അപ്പോഴുണ്ടാകുന്ന പ്രകൃതിയിലുണ്ടാകുന്ന മറ്റ് കാര്യങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന ചിലപ്പോൾ ഒരു വലിയൊരു കാറ്റടിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാകാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴുണ്ടാകുന്ന പ്രത്യേകതകളെല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഓടി വീഴാം, അല്ലെങ്കിൽ ഒരു കുട്ടി കരയാം, കരഞ്ഞ് ബഹളം വയ്ക്കാം, അല്ലെങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വരാം. അങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ ഉണ്ട് അതെല്ലാം ശ്രദ്ധിച്ചു വെക്കണം. ഇത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം, അമ്പലം തുറന്നിട്ടുണ്ടോ, ദൈവജ്ഞന് പ്രസാദം കിട്ടിയോ, ഇത് രണ്ടും വളരെ പ്രധാനം. എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ പ്രായം തിരിച്ചൊക്കെ നോക്കണം. അവര് ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ നിറം, സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര, കുഞ്ഞുങ്ങൾ എത്ര, ഈ വക കാര്യങ്ങൾ. പിന്നെ മറ്റ് നിമിത്തങ്ങൾ, മഴ പെയ്ത് ചെളി എന്തെങ്കിലും നിർത്തി, ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെളി കെട്ടിക്കിടക്കും. ചെളിയൊക്കെ കെട്ടിക്കിടന്നാൽ പ്രേതാശുദ്ധി എന്നർത്ഥം, അശുദ്ധി, പ്രേതാശുദ്ധിയൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയൊന്നും എഴുതണം. ദൈവജ്ഞൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അപ്പോൾ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഭംഗിയായി ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങൾ തരംതിരിച്ച് എണ്ണണം, എണ്ണി തിട്ടപ്പെടുത്താം. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ നിറം, പൂജാരി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുവോ, പൂജാരി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു, ക്ഷേത്രം തുറന്നിരുന്നുവോ,
ദൈവജ്ഞന് പ്രസാദം ലഭിച്ചോ? ദൈവജ്ഞന് പ്രസാദം ലഭിച്ചോ? ദൈവജ്ഞൻ അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവജ്ഞൻ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ദേവനുണ്ടായി എന്നർത്ഥം. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ദൈവജ്ഞൻ ഉണ്ടാകുന്ന അവസ്ഥകളെല്ലാം ദേവനെ കണക്കാക്കി പറയണം. അപ്പോൾ ദൈവജ്ഞന് പ്രസാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേവൻ പ്രസാദിച്ചില്ല എന്നർത്ഥം. ദൈവജ്ഞന് പ്രസാദം ലഭിച്ചുവോ? മഴ മുതലായ കാരണം കൊണ്ട് ചെളി കെട്ടിക്കിടക്കുന്നുവോ? മഴ മുതലായ കാരണങ്ങൾ കൊണ്ട് ചെളി കെട്ടിക്കിടക്കുന്നുവോ? ചെളി കെട്ടിക്കിടക്കുന്നു. കൂടാതെ ആ സമയത്തുണ്ടാകുന്ന മറ്റ് നിമിത്തങ്ങളും വിശദമായി ശ്രദ്ധിക്കണം. മറ്റ് നിമിത്തങ്ങളും വിശദമായി ശ്രദ്ധിക്കണം. ഇനി കുറച്ച് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നതെല്ലാം അറിഞ്ഞിരിക്കാനാണ്. അത് അറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് വരും. രണ്ടാമത് പറയാൻ നടക്കൂല. അതുകൊണ്ടാണ് പറയുന്നത്. അഷ്ടമംഗല സാധനമൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് നിമിത്തങ്ങൾ എന്ന് പറയും. പ്രധാനപ്പെട്ട കുറെ നിമിത്തങ്ങളെ പറയാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറയാൻ നമുക്ക് സമയം കിട്ടൂല. അതിന്റെ ആവശ്യവുമില്ല. വൃശ്ചകൻ ജ്യോത്സ്യനെ സമീപിക്കുന്ന സമയത്ത് അവരിൽ ആരെങ്കിലും കത്തി, വടിവാള്, വയ്ക്കോല്, വല, ഉമി, ചെരുപ്പ്, തോല്, കൊമ്പ് ഇവ കയ്യിൽ വച്ചിരിക്കുന്നെങ്കിൽ ശുഭമല്ല. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കാണൂല. സാധാരണയായിട്ട് ദൈവജ്ഞന്റെ ശ്രദ്ധയിൽ പെടുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മുടെ ക്ഷേത്രത്തിൽ കയറിയിട്ട് നമുക്ക് തരും, ദൈവജ്ഞന് സ്വീകരിക്കും. അതാണ് ദൈവജ്ഞനെ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആചാര്യവരണം എന്ന് പറയുന്ന ആ സമയത്ത് ആരെങ്കിലും കയ്യിൽ കത്തിയോ ഇരുമ്പ് സാധനങ്ങൾ, അത് സാധാരണയായിട്ട് വച്ചയ്ക്കാൻ ചാൻസ് വരും. എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ ഇല മുറിക്കാനോ അല്ലെങ്കിൽ കിടക്കുന്ന സാധനങ്ങൾ അവർക്ക് മാറ്റാനൊക്കെ വെട്ടുകത്തിയോ ഇങ്ങനെയെങ്കിലും എടുക്കുന്നെങ്കിൽ ഇരുമ്പ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും കയ്യിലെടുക്കുന്നത് നല്ലതല്ല. പിന്നെ ചെരുപ്പ് ഇട്ടും കൊണ്ട് അകത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കയ്യിൽ വച്ചിരിക്കുന്നെങ്കിൽ അത് നല്ല സൂചനയല്ല. അത് നല്ല സൂചനയല്ല. ഇരുമ്പ്, ചെരുപ്പ് ഇവയൊക്കെ കയ്യിൽ വച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂചനയല്ല. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാരണം കൊണ്ട് വൃശ്ചകന്റെ മുഖത്ത് ശോകം, കോപം, ക്ഷീണം ഇവ കൊണ്ട് ദുർമുഖമോ മനസ്സിന് വിഷമമോ ഉണ്ടാകുന്നെങ്കിൽ അത് പ്രശ്നത്തിന് ദോഷം ചെയ്യും. വൃശ്ചകന്റെ മുഖത്ത് ഒരു രീതിയിലുള്ള അശുഭ ലക്ഷണവും കാണാൻ പാടില്ല. അതായത് നമ്മൾ പറയുമ്പോൾ ഇതിൽ പ്രശ്നമാർഗത്തിൽ കുറെ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ, രണ്ടാമത്തെ ചാപ്റ്ററിലാണ് കൂടുതലും പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ചിന്തിക്കണം. ഏതെങ്കിലും കാരണം കൊണ്ട് വൃശ്ചകന്റെ മുഖത്ത് ശോകം, കോപം, ക്ഷീണം ഇവ കൊണ്ട് ദുർമുഖമോ മനസ്സിന് വിഷമമോ ഉണ്ടാകരുത്. അത് ദേവഭാവത്തിന് ദോഷപ്പെടുത്തും. ദേവന്റെ ഇഷ്ടകാര്യങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ വൃശ്ചകൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ക്ഷേത്രത്തിൽ പ്രശ്നം നടത്തുന്ന പ്രധാന വ്യക്തി, അദ്ദേഹത്തിന്റെ നാളും പേരും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്.
അദ്ദേഹം നമ്മളെ അദ്ദേഹമായിരിക്കും സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ശോഭമോ കോപമോ പിന്നെ ക്ഷീണമോ ഒന്നും ഉണ്ടാകരുത്. അല്ലെങ്കിൽ അസുഖം വന്ന് ക്ഷീണമായിരുന്നാലും മതി. ഇപ്പോൾ ജലദോഷമൊക്കെ വന്ന് പനിയൊക്കെ അടിച്ചിട്ട് കഴിച്ചു വരുന്ന സമയത്ത് എനിക്ക് 2 ദിവസം കൂടി ഞാൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, നല്ല സുഖമില്ല എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഒന്നും ശോകമോ കോപമോ ക്ഷീണമോ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള പാവഭേദം വരുന്നത് വിഷമം ഉണ്ടാക്കുന്നതാണ്. ഇനി ദൈവജ്ഞന്റെ അടുത്ത് വരുന്ന ദൂതൻ സുന്ദരനായും കുലീനനായും വിനയനായും രോഗമില്ലാത്തവനായും പ്രസന്നനുമായിരിക്കണമെന്നാണ് പറയുന്നത്. അതിന് ശ്ലോകങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. പ്രശ്നമാർഗത്തില് 2-ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. സുന്ദരശ കുലീനശ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ദൈവജ്ഞന്റെ അടുക്കൽ വരുന്ന ദൂതൻ സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല വെളുത്ത നിറമായിരിക്കണം, അങ്ങനെയല്ല. കാണാൻ ഒരു മനസ്സിന് പ്ലസന്റ് ആയിട്ടുള്ള മനസ്സോടു കൂടിയുള്ള ആളായിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സുന്ദരനും കുലീനനും വിനയത്തോടും വരണം. വിനയത്തോടും രോഗമില്ലാത്തവനും പ്രസന്ന മുഖമായിരിക്കുന്നവനുമായിട്ട് വരണം. അതായത് നല്ല പ്ലസന്റ് ആയിരിക്കണം, രോഗമുണ്ടാകരുത്, നല്ല കുലീനത ഉണ്ടാകണം, ദൈവജ്ഞനെ നന്ന ബഹുമാനിച്ചുള്ള വരവായിരിക്കണം. ആരായിരുന്നാലും ശരി തന്നെ ദൈവജ്ഞനെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. അങ്ങനെ വരുന്നത് വളരെ നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് ദൈവജ്ഞനെ കാണുന്ന പൃച്ഛകൻ കണ്ണടയ്ക്കാതെ തുറന്ന് കണ്ണുകളും മംഗളകരമായ വസ്തുക്കളിൽ കണ്ണുകൊഴുപ്പിച്ച് നോക്കണം. മുകളിലും താഴെയും നോക്കാതെ പൃച്ഛകന് നേരെ നോക്കണം. അതായത് ദൈവജ്ഞനെ കാണുന്ന പൃച്ഛകൻ കണ്ണ് ഇറുക്കി അടയ്ക്കുകയോ അല്ലെങ്കിൽ മുഖം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയോ ഒന്നും ചെയ്യരുത്. വന്നിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കണ്ണിനെ ഇറുക്കി അടയ്ക്കുക, അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും വീഴുക ചെയ്യുന്ന ഇറുക്കി അടയ്ക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക, തിരിഞ്ഞു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു നിന്ന് കാര്യം പറയുക. ദൈവജ്ഞനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ വന്ന് നിന്നതിന് ശേഷം ശ്രദ്ധിക്കാത്ത രീതിയിൽ മാറുക. അങ്ങനെയൊന്നും വരരുത്. ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു പോയാൽ മതി. വേണമെങ്കിൽ നോട്ടും കൂടി എഴുതാം. ഇനി ദേവപ്രശ്നത്തിനായി വരുന്ന പൃച്ഛകൻ, ഇത് സാധാരണയായിട്ട് വരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നമ്മളെ വിളിക്കാൻ വരുമ്പോൾ, നമ്മളെ വീട്ടിൽ നമ്മളെ ക്ഷണിക്കാൻ വരുന്ന സമയത്ത് വന്ന് ഇരിക്കും. എന്തായാലും കസേരയിൽ ഇരിക്കുമ്പോൾ വാമാംഗ്രി അഗ്രേ നികിത സുപശ്ചാത് ദൂസസ്യ ദോഷ ച ദക്ഷിണാംഗ്രി ദോഷായ ചാംഗ്രേ ചലനം ഹി തസ്യ സ്ഥിതി സ്ഥിര തസ്യ ശുഭ പ്രദാ സ്യാദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രമാണമുണ്ട്. ഇടത് കാല് മുമ്പേ വച്ചാണ് ഇരിക്കുന്നെങ്കിൽ ശുഭം, വലത് കാല് മുമ്പേ വച്ചിരുന്നാൽ അശുഭം, കാല് ചലിപ്പിച്ചു കൊണ്ടിരുന്നാലും അശുഭം, കാല് സ്റ്റഡിയായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ ശുഭം. ഇത് നമ്മൾ സാധാരണയായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചാൻസ് വളരെ കുറവാണ്. കാരണം നിന്നുകൊണ്ടായിരിക്കും തരുന്നത്, നമ്മളെ സ്വീകരിക്കുന്നത് നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ പൃച്ഛാസമയം ആദ്യമായിട്ട് കാണാൻ വരുന്ന സമയത്ത് പൃച്ഛകൻ ഇരിക്കുന്നത് ഇടത് കാല് മുന്നോട്ട് നീട്ടി വച്ചിരുന്നാൽ നല്ലത്. വാമാംഗ്രി അഗ്രേ നികിത ശുഭസ്യാദ് ദൂതസ്യ ദോഷായ ച ദക്ഷിണാംഗ്രി. ഈ വലത് കാലാണ് മുൻപേ വച്ചു കഴിക്കുന്നെങ്കിൽ ദോഷം. കാല് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ദോഷം. കാല് സ്റ്റഡിയായിട്ട് വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലത്. ഇത്രയും അറിയണം. ഇത് വരുന്ന സമയമാണ്. ദൂതൻ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നാൽ മതി. ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വന്ന ഉടൻ നമ്മൾ ചോദിക്കണം, ക്ഷേത്രം ആരാണ്, പ്രധാനി ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇടത് കാല് മുന്നോട്ട് വച്ചിരിക്കുന്നെങ്കിൽ ശുഭം, വലത് കാല് മുന്നോട്ട് വച്ചിരിക്കുന്നത് അശുഭം. ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കണം. ഇതെല്ലാം നോട്ട് ചെയ്ത് വച്ച് പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം പറയണം. അത് എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യണം അവിടെ ഇതിനെ കയറ്റി പറയണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇടത് കാല് മുന്നോട്ട് വച്ചിരുന്നാൽ ശുഭം, വലത് കാല് മുന്നോട്ട് വച്ചിരുന്നാൽ അശുഭം. 2 കാലും കൂടെ ചേർത്ത് സ്റ്റഡിയായിട്ട് ഭംഗിയായിട്ട് വച്ചിരുന്നാൽ നല്ലത്.
കാല് തുള്ളുക എന്ന് പറയും. നമ്മളിങ്ങനെ സാധാരണയൊക്കെ ഈ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ കാല് തുള്ളുകയാണെങ്കിൽ എന്തിനാണ് കാല് തുള്ളണമെന്ന് ചോദിക്കും. തുട തുള്ളുക എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ തുട തുള്ളണം എന്ന് പറയും, അല്ലെങ്കിൽ കാല് തുള്ളണം എന്ന് പറയും. കാല് തുള്ളണം നല്ലതല്ല, കാല് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. കാല് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നല്ലതല്ല എന്ന് പറയും. ഇനി ദൂതനിൽ വിനയനായി ഉള്ള ഗുണം കണ്ടാൽ ദേവൻ ഇതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞുതരാം. ഇതില് ശുഭലക്ഷണങ്ങളോട് കൂടിയാണ് വൃശ്ചകൻ ശുഭലക്ഷണങ്ങൾ കൂടി പ്രവർത്തിക്കുന്നെങ്കിൽ ദേവൻ സന്തുഷ്ടനാണെന്നും, അശുഭ ലക്ഷണങ്ങളോട് പ്രവർത്തിക്കുന്നെങ്കിൽ ദേവൻ സന്തുഷ്ടനല്ല എന്നും പറയണം. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ദേവൻ സന്തുഷ്ടനല്ല. ഇതിൽ ഒന്നിൽ കൂടുതൽ അശുഭ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ദോഷം തന്നെയാണ്. അതിന്റെ ദോഷം എന്തെന്നുള്ളത് ഗ്രഹനില നോക്കി പറയണം. ഇതൊക്കെ ആദ്യത്തെ ഒരു പിടിവള്ളിയാണ്. ഈ നിമിത്തത്തിന് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പറയും. നോയിങ് തിങ്സ് ഇൻ അഡ്വാൻസ് ബൈ ദി കീൻ ഒബ്സർവേഷൻ ഓഫ് നാച്ചുറൽ ഹാപ്പനിങ്സ് ഈസ് നോയിങ് തിങ്സ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്ന ഫലമാണ്. കാര്യങ്ങളെ പ്രകൃതി മുൻകൂട്ടി പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രശാഖയാണ് നിമിത്തം എന്ന് പറയുന്നത്. ഇതെല്ലാം വച്ചിട്ട് ദേവന് സന്തുഷ്ടനാണെന്നോ സന്തുഷ്ടനല്ല എന്നോ പറയേണ്ടി വരും. ഇനി ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം എല്ലാവരും കാണാതെ പഠിച്ചാൽ വളരെ നന്നായിരിക്കും. വളരെ നല്ല ഒരു ശ്ലോകമുണ്ട്. തോയാർദ്ര ഭിന്ന മലിനാരുണ നീലവാസ രക്തപ്രസൂന ധൃതതപി വ്യസനം പ്രയാതി വാസസിതം സുരഭി ഗൗരസുമാനുലേവ ഊഷാം ദദർശ കലു മംഗളമേതി ന്യൂനം. ഇത് പ്രശ്നമാർഗത്തിലുമുണ്ട്, ദേവപ്രശ്നത്തിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. തോയ ആർദ്ര മലിനാരുണ നീലവാസ. തോയ ആർദ്ര ഭിന്ന മലിനാരുണ നീലവാസ. തോയം നനഞ്ഞത്, തോയം ആർദ്രം മലിനം. തോയ ആർദ്ര ഭിന്ന മലിനാരുണ നീലവാസ രക്തപ്രസൂന ധൃതതപി വ്യസനം പ്രയാതി വാസസിതം സുരഭി ഗൗരസുമാനുലേപ ഊഷാം ദദച്ച കലു മംഗളമേതി നൂനം. വൃശ്ചകന്റെ വസ്ത്രം കീറിയതും വെളുത്ത നിറമുള്ളതുമായിരിക്കും. കീറാത്തതും വെളുത്ത നിറമും ഉള്ളതുമായിരിക്കണം. വെളുത്ത പൂക്കളുടെ സുഗന്ധം കൊണ്ടും ആഭരണം കൊണ്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവനായിരിക്കണം. പ്രസന്നമായ മുഖത്തോടു കൂടിയിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ജലം കൊണ്ട് നനഞ്ഞതോ കീറിയതോ അഴുക്കുള്ളതോ ചുവന്നതോ നീലയോ ആയ വസ്ത്രം ധരിച്ച് ചുവന്ന പൂവിനെ ധരിച്ചിരിക്കുന്നവനാണെങ്കിൽ വൃശ്ചകന് ദുഃഖം അനുഭവപ്പെടും. അതായത് ദേവന് ഇഷ്ടമില്ല എന്നർത്ഥം. ജലം കൊണ്ട് നനഞ്ഞതോ എന്ന് വെച്ചാൽ നനഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുളിച്ച് ശുദ്ധമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പലക്കുളത്തിലോ എവിടെയെങ്കിലും ഇറങ്ങി കുളിച്ചും കൊണ്ട് നനഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് വരും. അല്ലെങ്കിൽ വരുന്ന വഴിയിൽ മഴ നനഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. നനഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വരാൻ വളരെ ചാൻസ് ഉണ്ടാവും. നനഞ്ഞ വസ്ത്രം, കീറിയ വസ്ത്രം ഒന്നും സാധാരണ ധരിക്കാറില്ല. അഴുക്ക് ഉള്ളത്, നമുക്ക് കാണുമ്പോൾ അഴുക്കുള്ളത്, ചുവന്നത്, കടും നിറമുള്ളത്, ചുവന്നത്, നീല, കറുപ്പ് ഇങ്ങനെ ധരിച്ച വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ചുവന്ന പൂവ് കയ്യിലിരിക്കുക, ഇതൊക്കെ വളരെ ദോഷം. വെളുത്ത വസ്ത്രവും സുഗന്ധമുള്ളതും വെളുത്ത നിറമുള്ള പൂവ്, അനുലേപനം, ആഭരണം ഇവയെ ധരിച്ചിരിക്കുന്ന വൃശ്ചകൻ ധരിച്ചിരുന്നാൽ വളരെ നല്ലതെന്നും പറയണം. അതായത് ആ ശ്ലോകം ഒന്ന് പറയണം, ഒന്ന് പഠിക്കണം. ശ്ലോകത്തിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. എത്രാമത്തെ നമ്പർ എന്ന് പറഞ്ഞു.
പ്രശ്നമാർഗത്തിന്റെ 2ാമത്തെ ചാപ്റ്ററാണ്. ഉം. 127, 129. സുന്ദരച്ച കുലീനച്ച വിനയി സച നിരാമയ സുപ്രസന്നച്ച ദൂതച്ച പ്രശ്ന സുഖമാത് എന്നാണ് എന്റെ ബുക്കിൽ. 127 എന്റെ അതിൽ 131. അതിന് മുൻപായിട്ട് തുടങ്ങുകയാണ്. ശ്ലോകങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പഠിക്കുക. ഇതൊന്നും പഠിക്കണം എന്നുള്ള നിർബന്ധമില്ല. ഈ ഒരു ശ്ലോകം പഠിക്കണം. ദൗർമുഖ്യം വദനാരൂഢം ശോക ഉപസമാധിപി വൈമനസ്യ സുന്ദരസ്യ ഏന കേനാഭി ദോഷാകൃത സുന്ദരസ്യ കുലീനസ്യ വിനയി സച നിരാമയ സുപ്രസന്നച്ച ദൂതച്ച ചേൽ പൃഷ്ടസുഖം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഉന്മിഷ്ട ദമ്പകയുഗളോ മംഗലദൃഢം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ ബുക്കിൽ 131. തോയാർദ്ര ഭിന്ന മലിനാരുണ നീലവാസ. തോയം നനഞ്ഞത്, ആർദ്രം കീറിയത്, പിന്നം ആർദ്രം പിന്നം മലിനം നനഞ്ഞത്, കീറിയത്, അഴുക്കുപെട്ടത്, കടും ചുവപ്പ്, കടും നീലം, കടും കറുപ്പ്, കടുത്ത നിറമുള്ള ഈ വസ്ത്രങ്ങളൊന്നും നല്ലതല്ല. ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുന്നതും നല്ലതല്ല. ഇത് നമ്മുടെ പ്രശ്നം വയ്ക്കുന്ന അല്ലെങ്കിൽ സമയത്ത് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ധരിച്ചുകൊണ്ട് വരുന്നതും നല്ലതല്ല. നമ്മൾ വരുന്ന വഴിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും 3 പേര്, ആദ്യം കാണുന്ന 3 പേരെ ശ്രദ്ധിക്കണം. ആദ്യം വരുന്ന 3 പേരിൽ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരുന്നാലും നല്ലതല്ല. ഒന്ന്, ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ ആണ് മെജോറിറ്റി ആൾക്കാർ നിൽക്കുന്നെങ്കിൽ, എല്ലാവരും നല്ല കടും വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കണ്ടു, അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടു, അല്ലെങ്കിൽ നനഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ 2-3 പേരെ കണ്ടു, അല്ലെങ്കിൽ നമ്മളെ പൃച്ഛകൻ ഇങ്ങനെ നിന്നു. ഇതുമല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് വരുന്നതിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. അതുമല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ആദ്യം കാണുന്ന 3 പേരെയാണ് എടുക്കാറുള്ളത്. അവരിൽ ഇങ്ങനെ ആരെയും വന്നാലും മതി. ഇതെല്ലായിടത്തും ഉപയോഗിച്ചുള്ള തോയാർദ്ര ഭിന്ന മലിനാരുണ നീലവാസ രക്തപ്രസൂന ധൃതപി വ്യസനം പ്രയാതി വാസസ്ഥിതം എന്ന് വെളുത്ത വസ്ത്രം, സുഗന്ധം, വെള്ള നിറമുള്ള പൂവ്, ആഭരണം ഇതൊക്കെ ധരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലത്. വെളുത്ത വസ്ത്രം, ശുദ്ധമായ വസ്ത്രം, വെള്ളപ്പൂ കയ്യിൽ ചൂടിയിരിക്കുക, ആഭരണങ്ങൾ ധരിച്ചിരിക്കുക, സുപ്രസന്നനായിരിക്കുക, ഇതൊക്കെ നന്നായിരിക്കും. ഇത് വളരെ ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി പ്രശ്ന സമയത്ത് പൃച്ഛകന്റെ സ്ഥിതി, അംഗസ്പർശം, ദൃഷ്ടി ഇവ ശുഭമായിരിക്കണം. ദൈവജ്ഞന്റെ മനസ്സിൽ നമുക്ക് ദൈവജ്ഞന് സന്തോഷം തോന്നത്തക്ക രീതിയിൽ അദ്ദേഹം നിൽക്കണം. അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ പറഞ്ഞു. ഇപ്പോൾ ബുക്കിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയും. അതിലൊന്നും എല്ലാം ഒന്നും ബുക്കിൽ പറയാൻ പറ്റൂല. നമുക്ക് ആ സമയത്ത് നമുക്കൊരു സന്തോഷം തോന്നും. ഒന്നും വേണ്ട, ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ നമ്മൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞിരിക്കും, ക്ഷേത്രമൊക്കെ ഈ പറയുന്ന ലിസ്റ്റൊക്കെ സാധനങ്ങൾ വാങ്ങി അടുക്കി വൃത്തിയാക്കി ഒരു ചെറിയ ഒരു പന്തലൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ കണക്കാക്കി ചെയറൊക്കെ പറക്കിയിട്ട് വൃത്തിയാക്കി റെഡിയാക്കി ഇടണം. ഈ പല അമ്പലങ്ങളിലും നമ്മൾ പോയതിന് ശേഷമായിരിക്കും അവിടെ റെഡിയാക്കാൻ തുടങ്ങുന്നത്. അവിടെ നിന്നും കൂടി ഇട ഇങ്ങുവാ അവ ഇങ്ങുവാ അവമ്പ ഇവിടെ വാ ഇതൊക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴും പോവും സാധനം വാങ്ങാൻ. അയ്യോ പാല് വാങ്ങിയില്ല, അല്ലെങ്കിൽ വെറ്റയും പാക്കും വാങ്ങിയില്ല, പനിനീര് തീർന്നു പോയി വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൂടെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നോക്കണം. ഈ കാര്യങ്ങളെല്ലാം നോക്കിയാണ് തീരുമാനിക്കണം. അതുപോലെ ദേവപ്രശ്നത്തിൽ ദൂതന്റെ വസ്ത്രം, ഇതെല്ലാം നോക്കണം. കുറച്ചൊന്ന് എഴുതാം, കുറച്ച് കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ളതൊക്കെ
നിങ്ങൾ നമുക്ക് സൗകര്യം പോലെ പ്രശ്നങ്ങൾ എക്സാമ്പിൾ ഇടുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോറിംഗ് ആയിരിക്കും. ചില നിമിത്തങ്ങൾ പ്രശ്ന സമയത്തും പശ്ചാത്തലസമയത്തും ഉണ്ടാകുന്ന നിമിത്തങ്ങൾ. പ്രശ്ന സമയത്തും പശ്ചാത്തലസമയത്തും ഉണ്ടാകുന്ന നിമിത്തങ്ങൾ. വൃശ്ചകൻ ദൈവജ്ഞനെ സമീപിക്കുമ്പോഴോ വൃശ്ചകൻ ദൈവജ്ഞനെ സമീപിക്കുമ്പോഴോ പശ്ചാത്തലസമയത്തോ. പശ്ചാത്തലസമയത്ത് എന്ന് വെച്ചാൽ ദൈവജ്ഞന്റെ വീട്ടിൽ വന്ന് വിളിക്കാൻ വരുന്ന സമയം. പശ്ചാത്തലസമയത്തോ ആരെങ്കിലും കത്തി, ചെരുപ്പ്, കത്തി കൊണ്ടുവരുന്നതോ, അങ്ങനെ എഴുതിക്കൊള്ളണം, വ്യക്തമായിട്ട് എഴുതണം. കത്തി കൊണ്ടുവരുന്നതോ ചെരുപ്പ് ഇട്ടുകൊണ്ട് പ്രവേശിക്കുന്നതോ, ചെരുപ്പ് ഇട്ടുകൊണ്ട് പ്രവേശിക്കുന്നതോ ആകുന്നത് ശുഭസൂചകമല്ല. ആകുന്നത് ശുഭസൂചകമല്ല. ശുഭസൂചകമല്ല. അടുത്ത പോയിന്റ്. ഏതെങ്കിലും കാരണം കൊണ്ട് വൃശ്ചകന്റെ മുഖത്ത് ശോകം, കോപം, ക്ഷീണം, അല്ലെങ്കിൽ മുഖത്തിന് ഭാവഭേദം, എന്നിവ ഉണ്ടാകുന്നത് ദേവചൈതന്യത്തിന് നല്ലതല്ല. അടുത്ത പോയിന്റ്. ദൈവജ്ഞന്റെ അടുത്ത് വരുന്ന ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ ദൂതനായിട്ട് വരുന്നത് തന്നെ വൃശ്ചകൻ. എല്ലാ അർത്ഥവും ഒന്ന് തന്നെ. ദൂതൻ സുന്ദരനും കുലീനനും വിനയത്വമുള്ളവനും, വിനയത്വമുള്ളവനും രോഗമില്ലാത്തവനും പ്രസന്നനുമായിരിക്കണം.
അടുത്ത പോയിന്റ്, ദൈവജ്ഞന്റെ അടുക്കൽ വരുന്ന പൃശകൻ. ദൈവജ്ഞന്റെ അടുക്കൽ വരുന്ന പൃശകൻ. കണ്ണടയ്ക്കാതെയും, കണ്ണടയ്ക്കുക എന്ന് വെച്ചാൽ ഇമ വെട്ടുന്നതല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇമ വെട്ടാതിരിക്കാൻ പറ്റൂല. കണ്ണ് മനഃപൂർവ്വം അടച്ചു പിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണടയ്ക്കാതെയും വശങ്ങളിലേക്ക് നോക്കാതെയും മംഗളകരമായ വസ്തുക്കളിൽ നോക്കിയും മംഗളകരമായ വസ്തുക്കളിൽ നോക്കിയും അശുഭ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാതെയും ഇരിക്കണം. അശുഭ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാതെയും ഇരിക്കണം. അശുഭ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാതെയും ഇരിക്കണം. അതായത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ ആവശ്യമില്ലാത്ത ഏതെങ്കിലും രംഗങ്ങളിൽ നോക്കി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ വേറെ വെളിയിൽ എന്തെങ്കിലും ഒരു രംഗം കണ്ടു, ചിലപ്പോൾ റോഡിലോ കുറച്ച് അപ്പുറത്തോ ഒരു രംഗം കണ്ടു, ആരെങ്കിലും പോണതിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അല്ലെങ്കിൽ ഒരു വണ്ടി കൊണ്ട് നിർത്തി, വണ്ടിയിൽ ആരാണ് നിൽക്കുന്നത് ഇറങ്ങണമെന്ന് നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി. ഇതൊക്കെ നടക്കുന്ന ഇടപാടുകളാണ്. ഇതൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ നോക്കുക. ആരെങ്കിലും കുറച്ചു പേര് അമ്പലത്തിൽ വന്നപ്പോൾ ശ്രദ്ധ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുക, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞു, വലത്തോട്ട് തിരിഞ്ഞു. അശുഭ ലക്ഷണമുള്ള സാധനങ്ങളിലൊക്കെ നോക്കുക. അങ്ങനെയൊന്നുമില്ലാതെ ചിലപ്പോൾ ഒന്ന് ഭഗവാനെ തൊഴുതുകൊണ്ടായിരിക്കും, ദേവനെ തൊഴുതുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ അടുത്ത് കാര്യം പറയുന്നത്. എങ്കിൽ നല്ലതാണ്. ദേവനെ തൊഴുക, ദേവന്റെ മണി അടിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക, പൂജകൾ നടക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നല്ലത്. അത് നമുക്ക് അപ്പോഴറിയാൻ കഴിയും. അടുത്ത് ദേവപ്രശ്നത്തിനായി വരുന്ന പൃച്ഛകൻ. ദേവപ്രശ്നത്തിനായി വരുന്ന പൃച്ഛകൻ ഇടതുകാല് മുന്നോട്ട് നീക്കി വച്ചാൽ ശുഭം. ഇടതുകാല് മുന്നിലോട്ട് നീക്കി വച്ചിരിക്കുകയാണെങ്കിൽ ശുഭം. ഇടതുകാൽ മുന്നിലോട്ട് നീക്കി വച്ചിരിക്കുകയാണെങ്കിൽ ശുഭം. വലതുകാലാണെങ്കിൽ അശുഭം. വലതുകാലാണെങ്കിൽ അശുഭം. കാല് ചേർത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ശുഭം. കാല് ചേർത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ശുഭം. കാല് തുള്ളുകയാണെങ്കിൽ അശുഭം. കാല് തുള്ളുകയാണെങ്കിൽ അശുഭം. അതായത്
ദൈവജ്ഞന് സന്തോഷം വരത്തക്ക രീതിയിൽ വൃശ്ചകൻ ഇടപെടണം. ദൈവജ്ഞന് സന്തോഷം വരത്തക്ക രീതിയിൽ വൃശ്ചകൻ ഇടപെടണം. സന്തോഷം വരത്തക്ക രീതിയിൽ വൃശ്ചകൻ ഇടപെടണം. ദൈവജ്ഞന്റെ മനസ്സുപോലെ ആയിരിക്കും ദേവന്റെ മനസ്സ്. ദൈവജ്ഞന്റെ മനസ്സുപോലെ ആയിരിക്കും ദേവന്റെ മനസ്സ്. ദൈവജ്ഞൻ സന്തുഷ്ടനാണെങ്കിൽ ദേവനും സന്തുഷ്ടനായിരിക്കും. ദൈവജ്ഞൻ സന്തുഷ്ടനാണെങ്കിൽ ദേവനും സന്തുഷ്ടനായിരിക്കും. ദൈവജ്ഞന്റെ സന്തുഷ്ടിയായിരിക്കും ദേവന്റെ സന്തുഷ്ടിയും. വൃശ്ചകൻ വിനയനായി കാര്യങ്ങൾ അവതരിപ്പിക്കണം. അടുത്ത സൈഡ് ഹെഡിങ്. ദൂതന്റെ വസ്ത്ര ആഭരണങ്ങൾ. വസ്ത്ര ആഭരണാദികൾ. ഇത് പ്രശ്നമാർഗം 2 നിങ്ങൾക്ക് 128 എത്ര 127 കിട്ടണം. തോയാർദ്ര എന്ന് ഒരു തുടക്കം എഴുതിക്കൊള്ളണം. തോയാർദ്ര, തോയം ആർദ്രം. തോയാർദ്ര മലിനാരുണ. തോയാർദ്ര ഭിന്ന മലിനാരുണ എന്നിട്ടിട്ട് ഒരു 4 വരി വിട്ടിരുന്നാൽ എഴുതിയെടുത്തോണ്ടാണ്. തോയാർദ്ര ഭിന്ന മലിനാരുണ നീലവാസ രക്തപ്രസൂന ധൃതഭി വ്യസനം പ്രയാതി പാസസിതം ഗൗര സുരഭി ഗൗരസുമാനുലേപ ഭൂഷണദത ശകലു മംഗലമേതിനൂനം. വൃശ്ചകൻ നനഞ്ഞതോ കീറിയതോ അഴുക്ക് പുരണ്ടതോ ചുവന്നതോ നീലയോ കറുത്തതോ ആയ വസ്ത്രം ധരിച്ചിരുന്നാൽ ചുവന്നതോ കറുത്തതോ നീലയോ ആയ വസ്ത്രം ധരിച്ചിരുന്നാൽ അല്ലെങ്കിൽ കറുപ്പ് പറയുന്നുണ്ടോ? കറുപ്പുണ്ട്. കറുപ്പ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കറുപ്പ് കൂടി ചേർക്കണം. കറുപ്പാണ് ഏറ്റവും ദോഷം. ചുവന്നതും നീലയുമാണ് പറയുന്നത്. കറുപ്പും വേണം. കടും കളർ ഒന്നും പാടില്ല. ചുവന്നത്, നീല, കറുപ്പ്
ഇല്ലയോ കറുത്തതോ ധരിച്ചതോ? ചുവന്ന പൂവ് കയ്യിൽ ധരിക്കുകയോ? ചുവന്ന പൂവ് കയ്യിൽ ധരിക്കുകയോ? ചുവന്ന പൂവ് കയ്യിൽ ധരിക്കുകയോ? ആകുന്നത് അശുഭമാണ്. ആകുന്നത് ദുഃഖസൂചനമാണ്, ദുഃഖസൂചകമാണ്. വെളുത്ത വസ്ത്രം, വെള്ള നിറമുള്ള പൂവ്. വെളുത്ത വസ്ത്രം, വെള്ള നിറമുള്ള പൂവ്, ആഭരണം ധരിച്ചിരിക്കുക, ആഭരണം ധരിച്ചിരിക്കുക എന്നിവ ശുഭമാണ്. എന്നിവ ശുഭമാണ്. നനയാത്തതും കീറാത്തതും അഴുക്കില്ലാത്തതും വെളുത്ത നിറവുമുള്ള വസ്ത്രം നല്ലത്. നനയാത്തതും കീറാത്തതും അഴുക്കില്ലാത്തതും ആയ വസ്ത്രങ്ങൾ നല്ലത്. അതായത് വേണമെങ്കിൽ വ്യക്തമായിട്ട് എഴുതരാം, ഇപ്പൊ മനസ്സിലാവും. അതായത് വൃശ്ചകന്റെ വസ്ത്രം മുഖഭാവം, വസ്ത്രം, മുഖഭാവം ഇവകളെ കൊണ്ട് ദേവന്റെ സാത്വിക രാജസ തമോ ഗുണങ്ങളെ ചിന്തിക്കാം. സാത്വിക രാജസ തമോ ഗുണങ്ങളെ ചിന്തിക്കാം. ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. കടും കളറുള്ളതും ഇഷ്ടപ്പെടാത്ത കളറുമാണെങ്കിൽ സാത്വിക രൂപം പറയാൻ പറ്റൂല. അതിന് രാജസ ഗുണമോ അല്ലെങ്കിൽ താമസ ഗുണമോ ഒക്കെ ഉണ്ടാവാം. അത് നമ്മൾ വേറെ ഗ്രഹനില വെച്ച് പറയും. 1, 5, 8 സാന്നിധ്യ ഭാവങ്ങൾ വെച്ച് പറയും. ഗുരോസ്തു ശാന്തകാരുണ്യേ ശൃംഗാര ചന്ദ്രശുക്രയോ എന്ന് പറഞ്ഞിട്ട് പ്രമാണങ്ങളുണ്ട്. അത് പറയുന്ന സ്ഥലത്ത് ഇത് കൂടി എടുക്കേണ്ടി വരും. അതായത് ലഗ്നാധിപൻ അല്ലെങ്കിൽ ലഗ്നത്തിൽ ആരൂഢാധിപൻ അല്ലെങ്കിൽ ആരൂഢത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് പ്രധാനം. 1, 5, 8 സാന്നിധ്യ ഭാവങ്ങൾ. അവരുടെ നാഥന്മാര് ഗുരു ആയാൽ, ഇപ്പൊ 1 മാത്രമാണ് സ്ഥാനം കൂടുതലുള്ളത്. 5 മന്ത്രസ്ഥാനം, 8 ശില്പഭാഗം. ലഗ്നാധിപൻ ഗുരു ആയാൽ ശാന്തകാരുണ്യേ, ചന്ദ്രനും ശുക്രനുമായാൽ ശൃംഗാരഭാവം ചന്ദ്രശുക്രയോ, ബുധൻ അത്ഭുതഹാസ്യരസവും, ശനി ഭയാനകം ബീഭത്സം ഭയാനകം. പിന്നെ ചൊവ്വയാണെങ്കിൽ രൗദ്രഭാവം, ചൊവ്വയും സൂര്യനും രൗദ്രഭാവം. അത് പറയുമ്പോൾ ചൊവ്വയും ചൊവ്വയുടെയോ സൂര്യൻ്റെയോ രാശിയാണ് ആരൂഢമെങ്കിൽ, അല്ലെങ്കിൽ ആരൂഢത്തിൽ ചൊവ്വയോ സൂര്യനോ നിൽക്കണമെങ്കിൽ രൗദ്രഭാവം പറയുമ്പോൾ ഇവിടെ കണ്ട വസ്ത്രങ്ങളൊക്കെ വളരെ കടുപ്പപ്പെട്ട വസ്ത്രങ്ങളായിരുന്നാൽ അടിച്ച് പാസ്സാക്കാം. അതും കൂടി അവിടെ പറയേണ്ടി വരും. അതിലേക്കാണ് ഇതൊക്കെ എടുക്കുന്നത്. അത് ആ സ്ഥലത്ത് ഉപയോഗിക്കണം.
വെള്ള വസ്ത്രം ധരിച്ചിരുന്നു, കയ്യിൽ വെള്ളപ്പൂ ഉണ്ടായിരുന്നു, വളരെ സുപ്രസന്നനായിരുന്നു. ആരൂഢാധിപൻ വ്യാഴമാണ്. ഗുരോസ്തു ശാന്തകാരുണ്യേ, ശാന്തവും കരുണാമയനുമായ ദേവനാണെന്ന് പറയാം. നടന്ന നിമിത്തവും അങ്ങനെയാണ്. വസ്ത്രങ്ങൾ വെള്ള വസ്ത്രമായിരുന്നു, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നനായിരുന്നു. എല്ലാം കൂടി ചേർത്തിട്ട് പറയാം. ദൈവജ്ഞന് വളരെ തൃപ്തിയായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് അവിടെ പറയാം. അതിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു സെന്റൻസ് കൂടി എഴുതിക്കൊള്ളണം. പൃച്ഛാസമയത്തോ ദൈവജ്ഞൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സമയത്തോ. നമുക്ക് പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിന് സ്വർണം വയ്ക്കുന്ന സമയത്തോ താമ്പൂലം തരുന്ന സമയത്തോ ഇതൊക്കെ വരാം. സ്വർണം വയ്ക്കുന്ന സമയം, താമ്പൂലം തരുന്ന സമയം, നമ്മളെടുത്ത് പ്രശ്നത്തിന്റെ ഉദ്ദേശം പറയുന്ന സമയം, ഇങ്ങനെയുള്ള പ്രധാന സമയത്തോ എന്തിനെയെങ്കിലും പിളർക്കുന്നതോ മുറിക്കുന്നതോ കലഹിക്കുന്നതോ കണ്ടാൽ, എന്തെങ്കിലും പിളർക്കുന്നതോ മുറിക്കുന്നതോ കലഹിക്കുന്നതോ കണ്ടാൽ ക്ഷേത്ര ഭാരവാഹികൾ തമ്മിൽ കലഹം എന്ന് പറയണം. ഇതിന് പറയുമ്പോൾ രണ്ടാം ഭാവമാണ്. രണ്ടാം ഭാവവും 9-ാം ഭാവമാണ്. ക്ഷേത്രേശന്മാരെന്ന് പറയുന്നത് 9, കുടുംബക്കാരെന്ന് പറയുന്നത് 2. ആ ഭാവങ്ങളെയും കൂടി നോക്കണം. നോക്കിയിട്ടാണ് പറയേണ്ടത്. ഇതൊരു പിടിവള്ളി. ഇനി നമുക്ക് സമയം ഒരുപാടായി. എന്നിരുന്നാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോയാൽ നന്നായിരിക്കും. സാറേ, ഈ ആളുകളുടെ എണ്ണം എടുക്കാൻ പറഞ്ഞതിന്റെ ഫലം എന്തുവാ? ആളുകളുടെ എണ്ണം ചിലപ്പോൾ അത് പറഞ്ഞത് ചിലപ്പോൾ 2 പേരെ കാണുകയുള്ളൂ. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കുഞ്ഞും. 2 പുരുഷന്മാരായിരിക്കും നിൽക്കുന്നത്. എങ്കിൽ 2 ദേവനായിരിക്കും അവിടെ കാണുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ നല്ല ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ഭദ്രയുടെ സൂചനയാണ്. മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു, ദുർഗയുടെ രൂപമായിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് അത് അവിടെ നിന്ന് കിട്ടും. സാധാരണയായിട്ട് ഈ വരുന്ന ആൾക്കാർ വളരെ കൃത്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വന്നത് ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും ജ്യോത്സ്യരെ പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടി ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സ്ത്രീ 2 പുരുഷൻ, അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കാനും വഴി പറഞ്ഞു കൊടുക്കാനല്ല, അവർക്ക് ഒരു സഹായത്തിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പുരുഷനും ഒരു സ്ത്രീയും. എന്നിട്ട് എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഈ മാർഗദർശിയായ വ്യക്തി അപ്പോഴും ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ പോയപ്പോഴും അവരെ വീട്ടിലെ ഒരു കുടുംബക്ഷേത്രമാണ്.
ആദ്യമായിട്ട് കണ്ടത് ഈ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ ഒന്ന് രണ്ട് പുരുഷന്മാര്, രണ്ട് സ്ത്രീകള്, രണ്ട് കുഞ്ഞുങ്ങള് ഉണ്ടായിരുന്നു. ഈ മാർഗദർശിയായ ആള് എന്തിനാ സൂചിപ്പിക്കുന്നു? പറഞ്ഞു നോക്കണം ആരെങ്കിലും. മാർഗദർശി. അദ്ദേഹം യോഗീശ്വരൻ. യോഗീശ്വരനുണ്ട്, മന്ത്രമൂർത്തിയുണ്ട്. അവിടെ ശക്തം. വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തരാം. ധനു ലഗ്നം. ധനു ആണ് ലഗ്നം. 10 രവിയും ബുധനും. ധർമ്മകർമാധിപ യോഗമല്ലേ? അതെ അതെ. രവി 9-ാം ഭാവതി, ബുധൻ 10-ാം ഭാവതി. നല്ല ബലം ധർമ്മകർമാധിപനും. ബുധൻ ബാധകാധിപനാണ്. അപ്പോൾ വിഷ്ണുവിനെ ഒന്നും പറയാൻ പറ്റൂല. വിഷ്ണു അവിടെ ഇല്ല. വിഷ്ണുവിനെ പറയാൻ പറ്റുന്നതല്ല, വിഷ്ണു അവിടെ ഇല്ല. വിഷ്ണുവോ പിന്നെ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ അങ്ങനെ ആരും അവിടെ ഇല്ല. ബാധകാധിപന്റെ കൂടെയാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ ശിവനുമല്ല, മന്ത്രമൂർത്തിയും യോഗീശ്വരനുമാണ് അവിടെ ഏറ്റവും പ്രകടമായിട്ട്. ശിവന്റെ സാന്നിധ്യമാണ് അതിനെ ഒരു യോഗീശ്വരനായിട്ട് പൂജിക്കുന്നത്. അപ്പോൾ മാർഗദർശിയായിട്ട് വന്ന ആള് വന്നിട്ട് അയാൾ അങ്ങ് മാറുകയും ചെയ്തു. എന്നിട്ട് പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നു. അവിടുത്തെ പ്രധാന ദേവത ഭദ്രയാണ്. ഒരു അമ്മയാണ് കൂടെ വന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശാസ്താവ് ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യനും ഉണ്ട്. 2 പുരുഷന്മാരും. 2 പുരുഷന്മാർ, ഒന്ന് ശാസ്താവ്, ഒന്ന് സുബ്രഹ്മണ്യൻ, പിന്നെ ഒന്ന് ഭദ്ര, മന്ത്രമൂർത്തി, യോഗീശ്വരൻ. ഇത്രയും തന്നെ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് ആളുകളുടെ കണക്കുകളൊക്കെ കറക്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞത്. അത് വേറെ ഒന്നിനുമല്ല. എന്നിട്ട് ഇനി ഒരു കാര്യം കൂടി ഉണ്ടായി. ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്, ക്ഷേത്രത്തിൽ പ്രശ്നം വയ്ക്കാൻ പോകുമ്പോൾ ക്ഷേത്രത്തിന് കുറച്ച് മുൻപിലായിട്ട് 2 ജ്യോത്സ്യന്മാരാണ് എന്നെ സ്വീകരിച്ചത്. പ്രസിദ്ധരായ 2 ജ്യോത്സ്യർ. 2 പേരും ഹൈലി എഡ്യൂക്കേറ്റഡ്. ഒരു 5-6 ബിരുദങ്ങളൊക്കെ വാങ്ങിയ ഒരു അധ്യാപകനും 2 അധ്യാപകരാണ്. അധ്യാപകർ റിട്ടയർഡ്. വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്. 2 പേരും ജ്യോത്സ്യരാണ്, മിടുക്കന്മാര്. ആ നാട്ടില് വളരെ ബഹുമാനിക്കുന്ന ആൾക്കാർ. കേൾക്കാൻ വയ്യ സാർ. ഇപ്പോഴും കേൾക്കാമോ? കേൾക്കാം, കുഴപ്പമൊന്നുമില്ല സാറേ, കേൾക്കാം. ഞങ്ങൾക്ക് കേൾക്കാം. പ്രദീപ് ഫോൺ രണ്ടാമത് കയറുന്നോ? അതായത് വഴിയിൽ വെച്ച് എന്നെ സ്വീകരിച്ചത് 2 അധ്യാപകരാണ്. അധ്യാപകരെന്ന് വെച്ചാൽ വളരെ പ്രസിദ്ധരായ അധ്യാപകരാണ്. അവര് സ്കൂളിൽ അധ്യാപകരായിരുന്നു, ട്യൂട്ടോറിയൽ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നു, റിട്ടയറായി, ഇപ്പോൾ ജ്യോത്സ്യരാണ്. 2 പേരും. 2 പേരുമാണ് സ്വീകരിച്ചത്. അപ്പോൾ അതും ഒരു മാർഗദർശി പോലെ വരുന്ന ഒരു രൂപമാണ് 2 പേര്. ഇതെല്ലാം കണക്കിലെടുക്കണം. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം കണക്കിൽ വച്ചിട്ട് ഗ്രഹനിലയാണ് പ്രധാനം. ഗ്രഹനിലയിൽ ഇല്ലെങ്കിൽ ഒന്നും എടുക്കരുത്. ഗ്രഹനില നമ്മൾ നിർണയിക്കുമ്പോൾ ഇതും കൂടെ അവിടെ അവതരിപ്പിക്കണം. ഇതെല്ലാം ഓർമ്മയിൽ വരണം. ഈ 2 പേരും കൂടെ അമ്പലത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ അവിടെ നിന്ന് മന്ത്രമൂർത്തി യോഗീശ്വരനൊക്കെ എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് അവർക്ക് മാറ്റാൻ പറ്റുകയുമില്ല, മാറ്റിയാൽ പോകുകയുമില്ല, അത് അവർക്ക് ദുരിതം ഉണ്ടാക്കുകയും ചെയ്യും. ഇത്രയും ശക്തമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത്. ഇനി കുറച്ച് നിമിത്തങ്ങൾ കൂടി എഴുതിക്കൊള്ളണം. ഒരു 2-3 കൂടി എഴുതിക്കൊള്ളണം. ദൈവജ്ഞൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ
ദൈവജ്ഞന്റെ വസ്ത്രം എവിടെയെങ്കിലും കുരുങ്ങുകയോ കയ്യിലിരിക്കുന്ന ദൈവന്റെ വസ്ത്രം എവിടെയെങ്കിലും കുരുങ്ങുകയോ കുട മുതലായവ താഴെ വീഴുകയോ ചെയ്താൽ അശുഭമാണ്. അശുഭമാണ്. അടുത്തത്, ദൈവജ്ഞൻ പുറപ്പെടുമ്പോൾ ദൈവജ്ഞനോട് നിൽക്കൂ, പോകരുത്, ദൈവജ്ഞനോട് നിൽക്കൂ, പോകരുത് എന്ന് പറഞ്ഞ് തടസ്സം സൃഷ്ടിക്കുന്നതും അശുഭമാണ്. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്ന് നിൽക്കുമോ, നമ്മൾ ഇതിനാണ് പോകുന്നത് അറിയില്ല, ചോദിക്കും ഒരു കാര്യം എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണം, ഒന്ന് നിൽക്കുമോ എന്ന് ചോദിക്കരുത്. അതൊക്കെ നല്ലതല്ല. അടുത്ത പോയിന്റ്, അതുപോലെ കാല് കല്ലിൽ തട്ടുക, മറ്റ് അശുഭ ലക്ഷണങ്ങൾ ഉണ്ടാവുക, അതും ശ്രദ്ധിക്കണം. മറ്റ് അശുഭ ലക്ഷണങ്ങൾ ഉണ്ടാവുക, അതും ശ്രദ്ധിക്കണം. ഇനി നിമിത്തങ്ങൾ ഒരുപാടുണ്ട്. നിമിത്തങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തന്നെ സമയം കിട്ടുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയേണ്ടത് അഷ്ടമംഗല സാധനം, ഇനി വന്നിട്ട് വരുന്നത് രാശിചക്രം വരയ്ക്കുന്നതും അഷ്ടമംഗല സാധനങ്ങൾ ഒരുക്കുന്നതുമാണ് വരുന്നത്. ക്ലിയറാ പറയാം, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. രാശിചക്രം വരയ്ക്കുക, അതിലുള്ള നിമിത്തങ്ങളെല്ലാം പഠിച്ചു പോകാം. അത് വെച്ചെങ്ങനെ പറയുന്നത്, രാശിചക്രം വരയ്ക്കുന്നത് എങ്ങനെ, അതിൻ്റെ ദിക്കുകൾ, കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫലപ്രവചനം, പിന്നെ അഷ്ടമംഗല ഒരുക്കുന്നത്, അഷ്ടമംഗല സംഖ്യ എടുക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കണം. ഇത് ഇന്നത്തെ വായിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റൂലേ? വളരെ അത്യാവശ്യമാണ്. നമുക്ക് എക്സാമ്പിൾ ഇടുമ്പോൾ മനസ്സിലാവും ഇതിനൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടാണ്. ഒരു 2-3 ക്ലാസ് കൂടി കഴിഞ്ഞ് പോയാലേ എക്സാമ്പിൾ ഇടാൻ പറ്റുള്ളൂ. ഭാവചിന്ത കൂടി കഴിയണം. അടുത്ത ക്ലാസ്സിൽ ഈ അഷ്ടമംഗല സാധനങ്ങളും അഷ്ടമംഗലം വയ്ക്കുന്നതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവചിന്ത ഒരു കുറച്ച് പഠിച്ചാൽ മതി. കുറച്ച് ഭാവചിന്ത പഠിച്ചിട്ട് എക്സാമ്പിൾ ഇടുമ്പോൾ നമ്മൾ ഭാവചിന്തയിൽ ബാക്കിയുള്ളതും കൂടെ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് മതി. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമസ്കാരം.